ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമുക്ക് മൂലപാപങ്ങളിൽ ഏറ്റവും അവസാനമായ മടി എന്ന പാപത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നാം മൂലപാപങ്ങളെക്കുറിച്ചും പാപത്തിൻ്റെ വേര് എന്നതിനെക്കുറിച്ചും എല്ലാം ധ്യാനിക്കുകയായിരുന്നു. നാം കണ്ടു ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനത്തിൽ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീർന്നു. പാപത്തിൻ്റെ വേരുകൾ ആണ് നമ്മളെ ഓരോരുത്തരെയും അശുദ്ധിയിലേക്കും അതുവഴി നരകത്തിലേക്കും നയിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് സ്വീകരിക്കാം. ജീവനും മരണവും നമ്മുടെ മുമ്പിലുണ്ട്. നന്മയുടെ വേരാണ് നമ്മളിൽ വളർത്തുന്നെങ്കിൽ അത് ജീവനും സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ നയിക്കും. നാം കണ്ടു റോമാക്കാർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ തായ്വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും വിശുദ്ധമായിരിക്കും. ആ വിശുദ്ധിയുടെ വേരാണ് നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൻ്റെ വേരുകളാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ അത് സ്വർഗരാജ്യത്തിന് നമ്മളെ അർഹരാക്കും. എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് എപ്പോഴാണ്? സ്നേഹത്തിൽ നമ്മൾ വേരുപാകി അടിയുറയ്ക്കുമ്പോഴാണ് വിശുദ്ധരോടൊപ്പം നമുക്ക് അവകാശം ലഭിക്കുകയും ആ വിശുദ്ധരുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നത്. അപ്പോസ്തലപ്രവർത്തനം 20-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉത്കൃഷ്ടം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിലും അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഈ ദൈവവചനത്തിന്, ദൈവം തന്നെയായ ഈ വചനത്തിന് വിശുദ്ധരുടെ ഇടയിൽ അവകാശം നമുക്ക് തരുവാൻ സാധിക്കും. കാരണം ദൈവസ്നേഹത്തിൻ്റെ വേരുകളാണ് നമ്മളിൽ ഉണ്ടതെങ്കിൽ. അതേസമയം തിന്മയുടെ പാപത്തിൻ്റെ വേരുകളാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ നരകത്തിലേക്ക് സാത്താൻ്റെ, ലെഗിയോൻ്റെ, ഡീമൺസിൻ്റെ എല്ലാം സഹായികളായിട്ട് നമ്മൾ ഓരോരുത്തരെയും മാറുകയും ചെയ്യും. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോ പ്രത്യക്ഷനായത് സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തെ ഹെൽപ്പ് ചെയ്യുകയാണോ അതോ പാപം ചെയ്യുന്നത് വഴി വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും അടിമകളാകുന്നത് വഴി ആ വിദ്വേഷത്തിൻ്റെ പാപത്തിൻ്റെ വേരുകൾ നമ്മളിൽ നിന്ന് വളർന്ന് നമ്മൾ സാത്താൻ്റെ പ്രവൃത്തികളെ സഹായിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ആ മൂലപാപങ്ങളിൽ അവസാനത്തേതായ മടി എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. എന്താണ് മടി? മനുഷ്യ മക്കളായ നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു കാര്യമാണ് മടി. നമ്മൾ പല കാര്യങ്ങളും നാളത്തേന് മാറ്റിവെക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ചെയ്യാം എന്ന് മാറ്റിവെക്കും. ഇതെല്ലാം മടിയുടെ ഒരു അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ്. അതാണ് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ജോഷുവ പ്രവാചകനിലൂടെ കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ മാനസാന്തരവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും, നാളെ തൊട്ട് ഞാൻ നന്നാകാം, നാളെ തൊട്ട് പ്രാർത്ഥന തുടങ്ങാം, നാളത്തേന് നമ്മൾ മാറ്റിവെക്കും. അതാണ് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്നത്, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. നമ്മളൊരിക്കലും നാളത്തേന് മാറ്റിവെക്കരുത്. മടി എന്ന ആ പാപത്തിൻ്റെ വേരുകൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്
നമ്മൾ മറ്റ് സമയത്തേക്ക് മാറ്റിവെക്കുന്നത്. ഇതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തികൾ കണ്ട് വിവേകിയാകുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. ഇവിടെ പറയണം, മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തികൾ കണ്ട് വിവേകിയാകുക. എറുമ്പിനെ നമ്മൾ നോക്കിയാൽ അവയ്ക്ക് കാര്യസ്ഥനില്ല, ഒന്നുമില്ല, രാജാവൊന്നുമില്ല. അവ വേനൽക്കാലത്തേക്ക് കലവറയൊരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. എന്നിട്ട് പറയണം, മടിയ, നീ എത്ര നാൾ നിശേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുമ്പിലെത്തും. നമ്മൾ പലപ്പോഴും ഉറങ്ങുന്നത്, റെസ്റ്റ് എടുക്കുന്നതിൻ്റെ എല്ലാം കാരണം എന്താണ്? മടി എന്ന ആ മൂലപാപത്തിൻ്റെ പ്രതിഫലനം നമ്മളിൽ പ്രതിഫലിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. നമുക്ക് ഉറക്കം ആവശ്യമാണ്, അതിനെല്ലാം ഒരു സമയമുണ്ട്. മടി എന്ന പാപം നമ്മളെ അലസതയിലേക്ക് നയിക്കുന്നു, ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. ആത്മാവിലും നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ് മടി എന്ന തിന്മ. അതുകൊണ്ട് നമുക്ക് നിസ്സാര കാര്യങ്ങളിൽ പോലും മടി എടുത്തു മാറ്റി നാളത്തേക്ക് മാറ്റിവെക്കാതെ ഓരോ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്ത് ഉത്സാഹമുള്ളവരായിരിക്കാം. ഇതാണ് തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ, അഹങ്കാരവും വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. നമ്മൾ ഓരോരുത്തരും ആത്മീയമായും ഭൗതികമായും ദരിദ്രരായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അലസത, ഈ മടി എന്ന മൂലപാപം നമ്മളിൽ ഉണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് വലിയുന്നവരായിട്ട് മാറും. ഇവിടെ പറയാണ്, അലസത അല്ലെങ്കിൽ മടി ദാരിദ്ര്യത്തിൻ്റെ അമ്മയാണ്. ആത്മീയ ദാരിദ്ര്യത്തിൻ്റെയും ഭൗതിക ദാരിദ്ര്യത്തിൻ്റെയും അമ്മ എന്താണ്? അത് മടിയാണ്, അലസതയാണ്. അതുകൊണ്ട് അലസതയിൽ നിന്ന് നമുക്ക് ഓടിയകലാം. ഇതുകൊണ്ട് തന്നെയാണ് ഈ മടി എന്ന മൂലപാപത്തിൻ്റെ ആൻറ്റിബയോട്ടിക്കായിട്ട് തിരുസഭ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ഉത്സാഹം എന്ന ദൈവീക പുണ്യമാണ്. ഉത്സാഹം നമ്മളിലുണ്ടോ, നമ്മൾ ചുറുചുറുക്കുള്ളവരായിട്ട് മാറും. ദൈവീക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ ചുറുചുറുക്കുള്ളവരാണെങ്കിലോ നമ്മളെ കാണുമ്പോഴേ ആ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടും. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ, വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. നമ്മൾ ലില്ലി പോലെ ദൈവത്തിൻ്റെ സൗരഭ്യം പരത്തുന്നവരായിട്ട് മാറണമെങ്കിൽ ദൈവവചനം നമ്മളിൽ വസിക്കുകയും നമ്മൾ ഓരോരുത്തരും ഉത്സാഹമുള്ളവരായിരിക്കുകയും ചെയ്യണം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 1-2 തിരുവചനത്തിൽ പറയാണ്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മടി, അലസത നമ്മളിലുള്ളത് കൊണ്ട് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതാണ് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ, നിസ്സാരവൽക്കരിക്കുന്നവൻ അല്പാൽപമായി നശിച്ചുകൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സൂക്ഷ്മതയുള്ളവരാണെങ്കിലോ നമ്മൾ വിജയിച്ചു, ഓരോ ദിവസവും നമ്മൾ ഉത്സാഹമുള്ളവരായി വിജയിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ 10 കന്യകമാരെ നാം കാണുന്നുണ്ട്. ഇവിടെ 5 കന്യകമാർ വിവേകമതികളും 5 കന്യകമാർ വിവേകശൂന്യരുമായിരുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത്? 5 കന്യകമാർ വിളക്കുകൾ എടുത്തപ്പോൾ അവയോടൊപ്പം എണ്ണയും കരുതി. മറ്റവർ എണ്ണ കരുതിയില്ല. അവർ മടി മൂലം
അവരെ നിസ്സാരവൽക്കരിക്കുകയാണ്. മണവാളൻ വരാൻ വൈകുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? കന്യകമാർ ഉറക്കം തെളിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ വിളക്കുകളിലെ എണ്ണ തീർന്നു. ആ 5 വിവേകവതികളായ കന്യകളാകട്ടെ, അവർ ഉത്സാഹമുള്ളവരായതുകൊണ്ട് അവരെല്ലാം കരുതിയിരുന്നു. ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെക്കും. ഇത് തന്നെയാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്ക് സംഭവിച്ചത്. ദൈവം അവരോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം നീ തൊടുകയോ തിന്നുകയോ ഒന്നും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിരുന്നു. എന്നാൽ സാത്താന് അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ സ്ത്രീ തന്നെയുള്ളപ്പോൾ, ഹവ്വ തന്നെയുള്ളപ്പോൾ അവളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷത്തിൻ്റെയും. അവനറിയാമായിരുന്നു. എന്നിട്ട് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? നിസ്സാരവൽക്കരണത്തിലൂടെ വലിയൊരു ദൈവിക പദ്ധതികൾ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ്. ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർ ഒരു തരത്തിൽ നിസ്സാരവൽക്കരിക്കും. നമ്മൾ ആത്മീയ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പല കാര്യങ്ങളും നിസ്സാരവൽക്കരിച്ച് ഇത് കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ചുറുചുറുക്കുള്ളവരായി, ഉത്സാഹമുള്ളവരായി ദൈവിക പദ്ധതികളോട് നാം സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് 1 പത്രോസ് 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ അവിടെയും പറയണം, നമ്മൾ സമചിത്തത കൈവിടാതെ ഉണർന്നിരിക്കണം. ആ 5 കന്യകമാരെ പോലെ വിവേകവതികളായിട്ട് ഉണർന്നിരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിലെ ഓരോ രഹസ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതാണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള തിരുവചനത്തിൽ, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ, തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുന്നവൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവനായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തിത്തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ അപ്രത്യക്ഷമായ മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ മടി എന്ന ആ മൂലപാപം എടുത്തു മാറ്റിയാൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവിനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കാൻ സാധിക്കും. മനുഷ്യമക്കളായ നമ്മൾ ഓരോരുത്തരും മരണം എന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഏത് സമയത്താണ് മരണം വരുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളെല്ലാം അത് കടന്നു പോയേ പറ്റൂ, മനുഷ്യരായി ജനിച്ചെങ്കിൽ. അതുകൊണ്ട് ആ കർത്താവിനെ വരവേൽക്കുവാൻ വേണ്ടി ഏറ്റവും വിശുദ്ധ ഹൃദയത്തോടെ നമുക്ക് ഒരുങ്ങിയിരിക്കാൻ ജാഗരൂകതയുള്ളവരായിരിക്കാം. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇതെല്ലാം പറയണ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ നമ്മൾ എതിർത്ത് നിസാരവൽക്കരിക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഓരോ കാര്യത്തിലും നമ്മൾ ചുറുചുറുക്കും ഉത്സാഹവും ഉള്ളവരായിരിക്കണം. ഇതാണ് 2 കൊരിന്തോസ് 7-ാം അധ്യായം
9 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം നമുക്ക് ലഭിച്ചാൽ അതിൽ 9 പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും. നമുക്ക് ആ മറിയത്തെ പോലെ ഉത്സാഹമുള്ളവരായിരിക്കാം. ഈശോയുടെ ആ പീഡാസഹനത്തിന് മുമ്പ് മറിയം അത് മനസ്സിലാക്കിക്കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനത്തിലെല്ലാം ആ മുടി കൊണ്ട് അവൾ കാലുകൾ തുടയ്ക്കുകയും സുഗന്ധ തൈലം കൊണ്ട് അവൾ കർത്താവിൻ്റെ പാദങ്ങൾ കഴുകി തുടയ്ക്കുകയാണ്, കണ്ണീരുകൊണ്ട് തുടയ്ക്കുകയാണ് ചെയ്തത്. ആ മറിയത്തിൻ്റെ ചുറുചുറുക്കാണ്, മറിയത്തിൻ്റെ ഉത്സാഹമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ സാധിച്ചത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 42 മുതൽ 47 വരെയുള്ള തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പൂങ്കാവനത്തിൽ വേദനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിൻ്റെ ആ വേദനയിൽ പങ്കുകൊള്ളുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ വ്യസനം നിമിത്തം ഉറങ്ങുകയാണ് ചെയ്തത്. ആ ഉറക്കം എന്ന മടിയെന്ന പാപത്തിന് ശിഷ്യന്മാർ അടിമയായതുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ മനുഷ്യപുത്രൻ്റെ സമയം അടുത്തു എന്ന്. നമ്മുടെയും ജീവിതത്തിൽ ഉറങ്ങി നമ്മൾ വിശ്രമിക്കാതെ കർത്താവിൻ്റെ ആ കാൽക്കലിരുന്ന് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ മറിയമാകട്ടെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചതുപോലെ നമുക്കും കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചുകൊണ്ട് അവിടുത്തോട് ഒപ്പമായിരിക്കാൻ ശ്രമിക്കാം. മടി എന്ന മൂലപാപത്തിൻ്റെ വേരിനെ നമ്മൾ എടുത്തു മാറ്റിക്കൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ആ ദിവസം ചെയ്യേണ്ടത് ആ ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ വചനം നമുക്ക് ഒരിക്കൽ കൂടി ശ്രവിച്ചുകൊണ്ട് മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തികൾ കണ്ട് വിവേകിയാകുക. നാളത്തേക്ക് നമുക്ക് മാറ്റിവെക്കാതെ പറയുന്നത് പോലെ മടിയ നീ എത്ര നാൾ നിശേഷ്ടനായിരിക്കും, നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്നോ ഉണരുക. പലതരത്തിലുള്ള ഉറക്കങ്ങളുണ്ട്. ഭൗതിക സമ്പത്തിൻ്റെ ഉറക്കങ്ങൾ, ജഡിക സുഖത്തിൻ്റെ ഉറക്കങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉറക്കം, ഇതെല്ലാം നമുക്ക് എടുത്തു മാറ്റിക്കൊണ്ട് അഹങ്കാരം നമ്മളിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതുപോലെ ഓരോ പാപങ്ങൾ നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവയെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിലും ദൈവീക ചൈതന്യത്തിലും നിറഞ്ഞുകൊണ്ട് ദൈവീക തീഷ്ണത നമ്മൾ എടുത്തുകൊണ്ട് ആ തീഷ്ണതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീഷ്ണതയാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. ദൈവിക തീഷ്ണത നമുക്ക് ലഭിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും ദൈവവചനങ്ങൾ വായിക്കുന്നതിലൂടെയുമാണ്. മടി നമ്മളിൽ എടുത്തു മാറ്റപ്പെടുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ്. വചനം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഈശോയെയാണ് നമ്മൾ കയ്യിലെടുക്കുന്നത്. ഓരോ വചനവും വായിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിലും ശാസനത്തിലും തെറ്റുതിരുത്തലിലും നീതിയിലുള്ള പരിശീലനത്തിലും ഉപകരിക്കുന്നു. നമ്മൾ ദൈവനിവേശിതരായിട്ട് തീരുവാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ചുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ മടി എന്ന മൂലപാപത്തെ നമുക്ക് കീഴ്പ്പെടുത്തി ദൈവസ്നേഹത്തിൻ്റെ വേരുകൾ, വിശുദ്ധിയുടെ വേരുകൾ നമ്മളിൽ വളർത്തി എടുക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.